എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏകദേശം വരാവുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച എക്സാം ആണ്, ചിലപ്പോൾ ഉപകരിക്കും. കുറച്ച് സമയം മതി, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താണ് ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ആരാണ് നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? അത് ജ്ഞാനേഷ് കുമാർ ആണ്. ആരാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? ഓക്കെ, ഏത് വർഷമാണ്? അത് 1950 ജനുവരി 25-നാണ് കേട്ടോ. ഏതാണ്? 1950 ജനുവരി 25-ന് ആണ് എന്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഏത് പ്രകാരമാണ്? അനുച്ഛേദം 324 പ്രകാരമാണ് ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. അനുച്ഛേദം 324 പ്രകാരമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, ഇനി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? എന്താണ് ആകെ എത്ര അംഗങ്ങളുണ്ട് ഒരു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ? 3 അംഗങ്ങളാണ് കേട്ടോ. എത്രയാണ്? 3 അംഗങ്ങളാണ് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒന്നാമത്തെ ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കൂടാതെ 2 കമ്മീഷണർമാരും കാണും. ഓക്കെ, ഒരാള് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കൂടാതെ 2 കമ്മീഷണർമാരും കാണും. ഓക്കെ, 2 കമ്മീഷണർമാരും കാണും. ഇനി ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ഈ കമ്മീഷണർമാരെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ ഈ 2 കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ് കേട്ടോ. ആരാണ്? രാഷ്ട്രപതിയാണിത് ഇവരെയൊക്കെ നിയമിക്കുന്നത്. ആരാണ്? രാഷ്ട്രപതി ആണ്. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഏതാണോ ആദ്യം? ഏതാണ് ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ആണ്. ഇനി ഇന്ത്യയിലെ ഇതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമുക്ക് ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അവരുടെ ഔദ്യോഗിക കാലാവധി കഴിയുന്നതിന് മുമ്പേ ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഇംപീച്ച്മെന്റ് ആണ് കേട്ടോ. ഏതാണ്? ഇംപീച്ച്മെന്റ് ആണ്. പക്ഷെ മറ്റുള്ളവർ എന്താണ്? നമ്മുടെ ബാക്കി 2 കമ്മീഷണർമാരെ നമ്മുടെ മുഖ്യ കമ്മീഷണറുടെ അവരോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്താക്കാം. പക്ഷേ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ അത് ഇംപീച്ച്മെന്റ് വഴി മാത്രമേ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ്? എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എവിടെയാണ്? അത് പറവൂരാണ്. കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. ഏത് വർഷമാണ്? 1982-ലാണ് കേട്ടോ. ഏതാണ്? 1982-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. അത് പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി പറഞ്ഞു. എന്താണ്? ഞാനിവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് മെയിൻ ആയിട്ടും 2 യൂണിറ്റുകളാണുള്ളത്. എന്താണ്? ഒന്ന് കൺട്രോൾ യൂണിറ്റും ഉണ്ട്. പിന്നെന്താണുള്ളത്? ബാലറ്റ് യൂണിറ്റും ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റും ഉണ്ട്. കൂടാതെ VVPAT എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി അതിനുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്? നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ. എന്താണ്? സുതാര്യത ഉറപ്പുവരുത്താൻ VVPAT എന്താണത്? അത് വോട്ടർ വെരിഫൈഡ്. എന്താണ്? വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ്
ട്രയൽ. എന്താണ്? പേപ്പർ വി ആണ്. പേപ്പർ വെരിഫൈഡ് പേപ്പർ അല്ല, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടി ഉണ്ട്. അത് നമുക്കറിയാലോ, നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേപ്പർ, ഒരു ചെറിയൊരു കടലാസ് വരുന്നത് കാണാലോ, അതിൽ നമ്മുടെ വോട്ട് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. അതാണ് ആ ഒരു കടലാസ് വരുന്നത് ഈ ഒരു VVPAT അല്ലെങ്കിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ആ ഒരു അതുവഴിയാണ് ഈ ഒരു നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു പേപ്പർ കിട്ടുന്നത്. എന്താണ്? നമുക്ക് നമ്മൾ ചെയ്തത് ശരിയാണോ, നമ്മൾ ചെയ്ത വോട്ട് ചെയ്ത ആള് നമ്മൾ വിചാരിച്ച ആള് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സുതാര്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ VVPAT അല്ലെങ്കിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഒന്നെന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കല്, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക, അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക. ഇതൊക്കെ എന്താണ്? അവരുടെ ചുമതലകളാണ്. കൂടാതെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണമൊക്കെ ആരുടെ കയ്യിലാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ്. ഇനി ചട്ടങ്ങളുടെ പ്രഖ്യാപനം നടപ്പിലാക്കല്, കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഇത് ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്, ഞാൻ പറയാം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കല്, ഓക്കെ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. ഇതൊക്കെ ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടികളാണ്. ഇനി വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, തർക്കങ്ങൾ പരിഹരിക്കലും. എന്താണ്? ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ആരുടെ ചുമതലയാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അവസാനമായിട്ട് തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം എന്താണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഈ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് കൊടുത്തിട്ട് തെറ്റായ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നതാണ് ജാനുവരി 25 കേട്ടോ. കാരണം എന്താണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 അപ്പം ഈ ജനുവരി 25 എന്ത്? ദേശീയ സമ്മതിദായക ദിനം ആയിട്ട് ആചരിക്കുന്നത്. ഏത് വർഷം മുതൽ? 2011 മുതലാണ് എന്ത് ഈ ഒരു ദിനം നമ്മൾ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് അറിയാലോ? അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഇത് ഒരുപാട് തവണ ചോദ്യം ചോദിച്ചതാണ്. ഓക്കെ, ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം. അടുത്തത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? ഏതാണ്? കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3 എന്ത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. എപ്പോഴാണ്? 1993 ഡിസംബർ 3. ഓക്കെ, അപ്പം നമ്മളെ കേന്ദ്രത്തിലെ ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, കമ്മീഷണർ ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട്. ഓക്കെ, ഇനി ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ്? 73, 74 ഈ ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് എന്ത് വന്നത്? ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് എന്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്താണ്? 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പം ഏതൊക്കെ ആർട്ടിക്കിൾ, ഏതൊക്കെ അനുച്ഛേദങ്ങൾ പ്രകാരമാണ്? 243K സബ് ക്ലോസ് K കൂടാതെ 243 ZA ഈ അനുച്ഛേദങ്ങൾ
എന്താണ് പ്രകാരമാണ് എന്ത് ഈ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തത് നിലവിൽ വന്നത്. ഓക്കെ, നിഷേധങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്തത് നമ്മൾ പറഞ്ഞു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നപ്പോഴാണ് 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ആരുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ. കൂടാതെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും. ഇതെന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, കൂടാതെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും വഹിക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുന്നേ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഈ അടുത്താണ് മാറിയത്. ആരാണ്? ഞാൻ കിസ്സിലും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആരാണ്? എൻ ശേഷാദ്രിനാഥാണ് കേട്ടോ. എൻ ശേഷാദ്രിനാഥാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികൻ ആണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എൻ ശേഷാദ്രിനാഥാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ഡോക്ടർ എ കൗശികൻ ആണെന്ത്? നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ടോറൽ ഓഫീസർ എന്ന് പറയുന്നത് ഡോക്ടർ എ കൗശികൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ആണോ? അത് ശരിയാണ് അല്ലെ? എന്താണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെന്ത്? അധ്യക്ഷൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അത് ശരിയാണ് അല്ലെ? ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉള്ളത്. അതും ശരിയാണ്. എന്താണ്? നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അതുപോലെ തന്നെ മറ്റുള്ള അംഗങ്ങൾക്കും അധികാരങ്ങൾ തുല്യമാണ്. ഓക്കെ, ഇനി അടുത്തത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പം ഇതിൽ തന്നിരിക്കുന്നതൊക്കെ ശരിയാണ് കേട്ടോ. ഏതാണ്? ഓൾ ഓഫ് ദ എബവ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഭൂരിപക്ഷ തീരുമാന പ്രകാരമാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഓക്കെ, ഈ കാര്യത്തിൽ 3 പേർക്ക് തുല്യ അവകാശങ്ങളാണ് ഉള്ളത് കേട്ടോ. 3 പേർക്കും തുല്യ അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആണോ? ഇപ്പം എ ഷാജഹാൻ അല്ല. ആരാണ്? നമ്മളിപ്പോ പറഞ്ഞു ശേഷാദ്രിനാഥാണ്. ആരാണ്? എൻ ശേഷാദ്രിനാഥാണ് ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ആണോ? കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് അവരുടെ ധർമ്മം എന്ന് പറഞ്ഞത്. ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് ഓപ്ഷൻസ് പറയാൻ പറ്റില്ല. കാരണം ഷാജഹാൻ അല്ല. ആരാണ്? എൻ ശേഷാദ്രിനാഥാണ് ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, അടുത്ത ചോദ്യം. കൂടാതെ നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? അതിൽ നമുക്ക് ഒരു അംഗമാണ് കേട്ടോ. ആരാണ്? നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമേ ഉള്ളൂ. ഓരോ സംസ്ഥാനങ്ങളിലും ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഉണ്ടാവുക. ഓക്കെ, കൂടാതെ അവരുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കേട്ടോ. എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അല്ലെങ്കിൽ കമ്മീഷൻ അതിലുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പം ഇവിടെ ഈ ഒരു 5 വർഷം മാത്രമേ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കാലാവധി ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ
ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു എന്നാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു. ഏതാണ്? 1951, 52 ആണ് കേട്ടോ. ഏതാണ്? 1951, 1952 എന്ത് നടന്നത്? ആദ്യമായിട്ട് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ നമ്മളെ മറ്റു കമ്മീഷനുകളും ഞാൻ ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ചെറിയ വീഡിയോ 15 മിനിറ്റ് ആയി. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ 1.5ലോ 2x ഇട്ടിട്ട് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും എവിടെയെങ്കിലും ഒരു ചോദ്യം വരാതിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.